വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR, കൺവർടെക്, HWCS, SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ. നിർവഹണം ജോസ് കുഴിക്കൊമ്പൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ജനകീയ ആരോഗ്യ കേന്ദ്രം, അതിലെ വിവിധതരം പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദേശീയ ആരോഗ്യ പ്രവർത്തനങ്ങളും അതിനെപ്പറ്റിയൊക്കെ ഒരു മാറ്റുലി ശ്രോതാക്കളുമായിട്ട് സംവദിക്കുന്നതിന്, മാറ്റുലി ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഇപ്പോൾ ഇവിടെ വൈത്തിരി സുഗന്ധഗിരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജിബി പുല്ലാട്ട്, അതുപോലെ തന്നെ വെങ്ങപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സനൂജ എന്നിവർ നമുക്ക് വേണ്ടി സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ദേശീയാരോഗ്യ കേന്ദ്രത്തെപ്പറ്റിയും ദേശീയാരോഗ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് അവരുമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും താഴെ പരിപൂർണ ആരോഗ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. കേരളത്തിൽ ഏതാണ്ട് 835 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിലായി 5409 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിന് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെയധികം സ്തുത്യർഹമാണ്. എന്നാൽ ജനങ്ങളുടെ ശരിയായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനുതകുന്ന ഒരു ഗേറ്റ് കീപ്പിംഗ് റോളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിർവഹിക്കുന്നത്. എപ്രകാരമാണ് ഇപ്പോൾ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന പേരിലേക്ക് മാറ്റിയതിലൂടെ എപ്രകാരമാണ് പ്രവർത്തനങ്ങൾ മാറിയത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നവകേരളം കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ ഒരു ആർദ്രം പദ്ധതി എന്നുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സബ് സെൻ്ററുകളായിരുന്ന അല്ലെങ്കിൽ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സബ് സെൻ്ററുകളെ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പേര് മാറ്റിയത്. നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ഗേറ്റ് കീപ്പിംഗ് റോളാണ് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിർവഹിക്കുന്നത്. തുടക്കത്തിൽ അതൊരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെങ്കിൽ ഇത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പേര് മാറ്റിയതോടുകൂടി ആ പേരിൽ മാത്രമല്ല അതിൻ്റെ പ്രവർത്തനത്തിലും കാതലായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ജനങ്ങളുടെ പ്രൊമോട്ടീവ്, പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് ആൻഡ് പാലിയേറ്റീവ് ഈ 5 വിഭാഗത്തിൽപ്പെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരു നല്ല ശരിയായ ജീവിത രീതി ഉണ്ടാകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. അവർക്ക് അതിനായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ക്ലോറിനേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് എലിപ്പനി പ്രതിരോധ പ്രവർത്തനത്തിന് ഡോക്സിസൈക്ലിൻ ഗുളികകൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് വൃത്തിയായിട്ട് കൈ കഴുകേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു രോഗത്തിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് ചികിത്സയും പ്രിവെൻറ്റീവ് തെറാപ്പി അവിടെ കൊടുക്കുന്നു. ഒപ്പം തന്നെ ചെറിയ രോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യവും അതേപോലെ തന്നെ പാലിയേറ്റീവ് സേവനങ്ങളും, അങ്ങനെ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഓക്കെ, ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഉണ്ടായിരുന്നത് ആരോഗ്യ ഉപകേന്ദ്രങ്ങളായിരുന്നു. അത് ഈ ഇടക്കാലത്ത് നമ്മളത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. അപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പേരിൽ മാത്രമല്ല ജനകീയമായി തന്നെ മുന്നേറ്റം തുടരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുടനീളം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് പേരിൽ മാത്രമല്ല നമ്മുടെ സർവീസസ് ആ രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൻ്റെ പ്രവർത്തനം രാവിലെ 9 മണി മുതൽ 4 മണിവരെയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 9 മണി മുതൽ 1 മണിവരെ നമ്മുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളാണ്. അവയിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ആശാവർക്കർമാരുൾപ്പെടെ JH, JPHN, MLSP തുടങ്ങിയവർ ഫീൽഡ് തലത്തിൽ പോയി സർവീസ് നടത്തുന്നു. അതിനുശേഷം 1 മണി മുതൽ 4 മണിവരെ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മറ്റുള്ള സർവീസുകൾ ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ
ജനോപകാരപ്രദമായിട്ട് ഉപയുക്തമാകുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, സനുജ പറഞ്ഞതുപോലെ, നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് നമ്മൾ ഇന്ത്യയിലുടനീളം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് നമ്മളുടെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട റോള്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് സാംക്രമിക രോഗങ്ങളോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക് പോലെയുള്ള അസുഖങ്ങളൊക്കെ. അപ്പോൾ അതുകൂടി പ്രതിരോധിക്കുന്നതിനാവശ്യമായ രൂപത്തിലേക്കാണ് ഇപ്പോൾ സബ് സെൻ്ററുകളുടെ അല്ലെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മാറിയിരിക്കുന്നത്. സനുജ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മൂന്നാമതൊരാളും കൂടി മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ MLSP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സിംഗ് പൂർത്തീകരിച്ച ഒരാളും കൂടി സബ് സെൻ്ററിൽ പ്രവർത്തനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ ജനോപകാരപ്രദമായി മാറ്റാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സാർ പറഞ്ഞ പോലെ ഈ ജീവിതശൈലി രോഗനിർണയം എന്ന് പറഞ്ഞു, അപ്പോൾ അത് ഈ ജീവിതശൈലി രോഗനിർണയം ഏത് തരത്തിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സാധ്യമാകുന്നത്? നമ്മൾ മുൻപേ ആണെങ്കിൽ നമ്മുടെ ഫീൽഡ് തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സബ് സെൻറ്റർ തലത്തിൽ നമ്മൾ ക്ലിനിക്കുകൾ വെച്ചിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ, പ്രഷർ നിർണ്ണയമാണ് നമ്മൾ മുന്നേ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർക്കാർ തലത്തിൽ നമ്മളൊരു ശൈലി എന്ന പേരിലുള്ള ഒരു മൊബൈൽ ആപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 1ാം ഘട്ടം നമ്മൾ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കി. ഇപ്പോൾ 2ാം ഘട്ടവും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീനിങ് കാര്യങ്ങളുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ശൈലി ആപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 30 വയസ്സിനുള്ള ആൾക്കാരെ ആശമാർ ഫീൽഡ് തലത്തിൽ സർവേ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് 9ഓളം കാറ്റഗറിയിൽ, അതായത് നമ്മുടെ ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ വിഷൻ, പിന്നെ ലെപ്രസി വരുന്നുണ്ട്, പിന്നെ ഡെഫ്നെസ്, അങ്ങനെ കുറേ ഇമ്പയർമെൻറ്റും കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആശമാർ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു CBAC സ്കോർ, ആ സ്കോർ എന്ന് പറയുമ്പോൾ 4 ആണ് CBAC സ്കോർ വരിക. അത് കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഹൈ റിസ്കിലാണെന്നുള്ളൊരു മെസ്സേജ് അവർക്ക് തന്നെ പോകും. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സ്കോർ കൂടിയവരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് സ്ക്രീനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ സ്ക്രീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ടം വളരെ വിജയകരമായിരുന്നു, 2ാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ വർഷവും ഈ ഒരു ശൈലി ആപ്പിലൂടെയുള്ള സ്ക്രീനിങ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു പദ്ധതിയാണ് ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ രോഗസാധ്യത സംശയിക്കുന്നവരെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിൽ നടക്കുന്ന ഫിക്സഡ് ക്ലിനിക്കിൽ പങ്കെടുപ്പിച്ച് രോഗനിർണയം നടത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ ഈ ഫിക്സഡ് ക്ലിനിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് സാറ് ചോദിച്ചത് ഒരു നല്ല ചോദ്യമാണ്. നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടന്ന പ്രവർത്തനങ്ങളിൽ നടന്ന കാതലായ മാറ്റങ്ങളിൽ ഒന്നാണ് നമ്മൾ ഫിക്സഡ് ഡേ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ആശയം കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ ഫിക്സഡ് ഡേ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ദിവസങ്ങളിൽ, അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും 2 ദിവസങ്ങളിൽ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഡേറ്റ്, മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തും തീയതിയിലും, ദിവസം ഞാൻ പറഞ്ഞു ചൊവ്വ അല്ലെങ്കിൽ വ്യാഴം ദിവസങ്ങളിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ദിവസത്ത് ആ പ്രദേശത്തെ ആളുകളെ, അതായത് നമ്മൾ ചൊവ്വാഴ്ചത്തെ ക്ലിനിക്കിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അമ്മമാർക്കും, RMNCH+A എന്ന് പറയും, അമ്മമാർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും കൗമാരക്കാർക്കും ആവശ്യമായിട്ടുള്ള ക്ലിനിക്കാണ് ചൊവ്വാഴ്ചകളിൽ നടക്കുന്നത്. വ്യാഴാഴ്ച ആവുന്ന സമയത്തേക്കും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ നിർണ്ണയം നടത്തുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ രക്താതി സമ്മർദ്ദമുണ്ടോ എന്ന് പരിശോധിക്കുന്നു, അവിടെ നമ്മൾ പ്രമേഹമുണ്ടോ എന്ന് പരിശോധിക്കുന്നു, വേറെ ഏതെങ്കിലും വിധത്തിലുള്ള കുഷ്ഠരോഗ സാധ്യത ഉണ്ടോ എന്ന് നോക്കുന്നു, TB ക്ഷയരോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ ക്ലിനിക്കുകൾ ഉപയോഗിച്ച്, ഫിക്സഡ് ഡേ ക്ലിനിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഏരിയയിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസുഖമുണ്ടോ എന്ന്, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവരെ നേരത്തെ കണ്ടുപിടിക്കുന്നു. രോഗസാധ്യതയുള്ളവർക്ക് ആ രോഗം വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നു. ഇതാണ് നമ്മുടെ 2 ഫിക്സഡ് ഡേ ക്ലിനിക്കുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യാഴാഴ്ചകളിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗനിർണയത്തിനും അതേപോലെ തന്നെ നമ്മുടെ ഏരിയയിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് വ്യാഴാഴ്ചത്തെ ക്ലിനിക്ക് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിൻ അമ്മമാർക്കും കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും ഒപ്പം തന്നെ വയോജനങ്ങൾക്കും ആവശ്യമായ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഈ പാക്കേജ് സേവനങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ ഈ പാക്കേജ് സേവനങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്നതെന്ന് പറയാമോ?
നമുക്ക് പ്രധാനമായും 12 തരത്തിലുള്ള സേവനങ്ങളാണ് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്നത്. അതിൽ ഒന്നാമതായി വരുന്നത് നമ്മുടെ RMNCH സേവനങ്ങളാണ്. അതായത് നമ്മുടെ ഗർഭിണികൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രഥമഘട്ടത്തിലുള്ള സേവനങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, അത് RMNCH+A വരുന്ന എല്ലാ കാറ്റഗറി, റീപ്രൊഡക്റ്റീവ് ഏജ് മുതൽ കുട്ടികൾ പ്രസവിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ നിയോനാറ്റൽ വരെയുള്ള എല്ലാ സേവനങ്ങളും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഫാമിലി പ്ലാനിങ്, അതുപോലെ കോൺട്രാസെപ്ഷൻസ്, അതിനുശേഷമുള്ള സർവീസസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് ഒരു അഡോളസെൻ്റ് ഏജായി, അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു, അവിടെ വരുന്ന കോൺട്രാസെപ്ഷൻസ് കാര്യങ്ങൾ, അത് കഴിഞ്ഞ് അവരുടെ ഡെലിവറി, അങ്ങനെ വരുന്ന ഫുൾ പാക്കേജ് ഓഫ് സർവീസസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ എല്ലാ സേവനങ്ങളും നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങൾ വരാതെ നോക്കാനുള്ള സ്ക്രീനിങ്, പ്രിവെൻഷൻ, അതുപോലെ കൺട്രോൾ, അങ്ങനെ ഉള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നൽകുന്നുണ്ട്. ലാബ് ടെസ്റ്റുകൾ 9 അത് ഏതൊക്കെയായി ലാബ് ടെസ്റ്റുകൾ 9 ഉദ്ദേശിക്കുന്നത് പറയാമോ? ലാബ് ടെസ്റ്റുകൾ 9 എന്ന് പറയുമ്പോൾ കൂടുതലും നമുക്ക് ടെസ്റ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗർഭിണിയാവുന്ന സമയത്ത് അവർക്ക് UPT ടെസ്റ്റ്, അവർ ഗർഭിണിയാണോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ്, അതേപോലെ തന്നെ ഡെങ്കുപ്പനി പരിശോധിക്കാൻ വേണ്ടി ഡെങ്കിപ്പനി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്, എലിപ്പനിയുടെ ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് B രോഗമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്, സിക്കിൾ സെൽ ടെസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 9 തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളാണ് ഇപ്പോൾ സബ് സെൻ്ററുകൾ. ഇതിൽ കൂടുതലായിട്ടും ടെസ്റ്റുകളാണ്. ഓക്കെ. പിന്നെ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പറ്റി അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാവോ? അതെ, അത് ഈ നേരത്തെ സനൂജ പറഞ്ഞ 12 സബ് സെൻ്ററുകൾ അല്ലെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊടുക്കുന്ന സേവനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം ഉള്ള ഒരു സമൂഹത്തിന് ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രധാന ജോലികളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ DMHP, ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് ടീം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ കീഴിലാണ് നമ്മൾ അത്തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശൈലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലൂടെ, ഒരു മൊബൈൽ ആപ്പിലൂടെ ആശമാർ എല്ലാ വീടുകളിൽ കയറിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും ആ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുകയും അവർക്ക് ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ നൽകുക, കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ കൗൺസിലിംഗ് നൽകുക, ഇനി അഡിക്ഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക തുടങ്ങിയതാണ് ഈ മാനസികാരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് നമ്മുടെ സബ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊടുക്കുന്ന നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട സേവനമാണ് ഓറൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വായിലെ ക്യാൻസർ വരാനുള്ള സാധ്യത കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ ക്യാൻസറിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും വിധത്തിലുള്ള വായ്ക്കകത്ത് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഈ ഓറൽ ഹെൽത്തിനൊന്നും ഉള്ള വലിയ സേവനങ്ങളൊന്നും നമുക്ക് സബ് സെൻ്ററിൽ നിന്ന്, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകാൻ പറ്റുന്നില്ലെങ്കിലും അത് നമുക്ക് കണ്ടുപിടിക്കുകയും അതിനെ അവർ റെഫർ ചെയ്യാനും നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നേരത്തെ സനൂജ സൂചിപ്പിച്ചതുപോലെ കണ്ണ്, ചെവി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമുക്ക് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് എൽഡർലി ആൻഡ് പാലിയേറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞതാണ്. വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ പാലിയേറ്റീവ് രോഗികൾക്കും ആവശ്യമായിട്ടുള്ള പരിചരണം നൽകുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 12 സേവനങ്ങളാണ് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നത്. നേരത്തെ സാർ ആദ്യത്തെ സൂചിപ്പിച്ച പോലെ ആ പാക്കേജ് എന്നൊന്നും ഉദ്ദേശിക്കുന്നത് ഈ 12 തരത്തിൽപ്പെട്ട സേവനങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ആ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പാക്കേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പാക്കേജിൽ വരുന്നത് 12 തരത്തിൽപ്പെട്ട സർവീസുകളാണ്. പിന്നെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിൽ ഇപ്പോൾ നടക്കുന്ന നാഷണൽ പ്രോഗ്രാമുകളെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളും, പിന്നെ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും സെൻട്രലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് നൽകുന്ന നിർദ്ദേശപ്രകാരം നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് തരുന്നതാണ് നമ്മൾ നടത്തുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ
പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം നമ്മൾ നടക്കുന്ന ഏതാണ്ട് 17ഓളം നാഷണൽ പ്രോഗ്രാമുകൾ നമുക്ക് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വെച്ച് നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സെൻട്രലിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും തീരുമാനിക്കുകയും അതിൻ്റെ താഴെ തലത്തിലേക്ക് എത്തുന്നത്, ഒരു ജനങ്ങളിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ആദ്യം നമുക്ക് പകർച്ചവ്യാധികളായിരുന്നു കൂടുതലുണ്ടായിരുന്നുവെങ്കിൽ, നമ്മൾ കൂടുതൽ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് കൂടുതലുണ്ടായിരുന്നത് അതായിരുന്നുവെങ്കിൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും പകർച്ചേതര വ്യാധികളും ഒരു വല്ലാത്ത ഒരു ഭീഷണിയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് നേരത്തെ സനൂജ പറഞ്ഞാൽ നമ്മൾ ശൈലി എന്ന് പറഞ്ഞിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ശൈലി എന്ന് പറയുന്നത്. ആ ശൈലി ആപ്പിൽ കൂടി ഈ രോഗസാധ്യതയുള്ള ആളുകളെ നമ്മൾ ആദ്യം സർവേ ചെയ്യുകയും അതിനുശേഷം നമ്മൾ അവരെ സ്ക്രീൻ ചെയ്ത് അവർക്ക് രോഗസാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ കൂടി നടക്കുന്നത്. മറ്റൊന്ന് നേരത്തെ സനൂജ പറഞ്ഞത് തന്നെയാണ്, RMNCH+A എന്ന് നമ്മൾ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂബോൺ ചൈൽഡ് ആൻഡ് പ്ലസ് അഡോളസെൻറ്റ്. അതാണ് RMNCH+A എന്ന് പറയുന്ന പ്രോഗ്രാം. അതിലൂടെ നമ്മൾ കൊടുക്കുന്നത് പ്രധാനമായിട്ടും അമ്മമാരുടെയും കുട്ടികളുടെയും ഒപ്പം തന്നെ കൗമാരപ്രായത്തിലുള്ള ആളുകളുടെയും കെയറാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ നമ്മുടെ ഈ ഹോം ഡെലിവറിയും അതേപോലെ തന്നെ ഇൻഫൻ്റ് ഡെത്തും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വല്ലാതെ നമ്മളെ സഹായിക്കുന്നത് ഈ RMNCH+A എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ, നാഷണൽ പ്രോഗ്രാമിൻ്റെ കീഴിൽ നമ്മൾ നടത്തുന്ന പരിപാടികൾ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാംക്രമിക രോഗ നിയന്ത്രണ പരിപാടികൾ നടത്തുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി, ചിക്കൻ ഗുനിയ, കലാസാർ, ജാപ്പനീസ് എൻകഫലൈറ്റിസ്, ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡിസീസും കൂടെ നമുക്കിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരം. അപ്പോൾ അതുൾപ്പെടെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ഫീവർ സർവേ ആണ്. നമുക്ക് അറിയാം, എന്തസുഖം വന്നാലും നമുക്ക് ആദ്യം ഒരു സിംറ്റമായിട്ട് വരുന്നത് പനിയാണല്ലോ. അപ്പോൾ പനി എത്രത്തോളം നമ്മുടെ മേഖലയിൽ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഫീൽഡ് പോകുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഫീവേഴ്സ് നമ്മുടെ ഏരിയയിൽ ഉണ്ട്, അതിപ്പോൾ ഒരു വീട്ടിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു അനലൈസാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഫീവർ സർവേ നടത്തിയിട്ട് പിന്നെ അതിൻ്റെ നമ്മൾ റൂട്ട് കോസാണ് നോക്കുന്നത്. റീസൺ നോർമൽ ഒരു വൈറൽ ഫീവർ ആണോ, വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കും. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക. അപ്പം നമ്മളൊരു ഫീവർ മുന്നേ ആണെങ്കിൽ നമുക്കൊരു പനി വന്നാൽ ആൾക്കാർ ചിലപ്പോൾ പാരസെറ്റമോൾ കഴിച്ച് വീട്ടിലിരിക്കുന്ന ഒരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ഫോളോ അപ്പിലൂടെ 2 ദിവസത്തിൽ കൂടുതൽ പനിയുള്ളവരാരും വീട്ടിലിരിക്കാണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നൊരു ശക്തമായ നിർദ്ദേശം നമ്മൾ ഫീൽഡിൽ അവയർനെസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫീവർ സർവേ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉറവിട നശീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുക് വ്യാപനം തടയാൻ വേണ്ടിയിട്ട് ഉറവിട നശീകരണം കൃത്യമായി നടത്തുന്നുണ്ട്. അതുപോലെ എലിപ്പനി നമുക്ക് നമ്മുടെ മേഖലയിൽ കൂടുതൽ തൊഴിലുറപ്പ് നടത്തുന്നവരിലാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡോക്സിസൈക്ലിൻ ഗുളിക വിതരണം, അവർക്കുള്ള അവയർനെസ് ക്ലാസ്സുകൾ, അതെല്ലാം കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഐസൊലേഷൻ മാർഗങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാ രീതിയിലും ശക്തമായി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി, സുരക്ഷിത പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള മാതൃസംരക്ഷണ പദ്ധതി, അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു നാഷണൽ പ്രോഗ്രാമാണ്. നാഷണൽ പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ്. അതായത് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രസവങ്ങളെ മുഴുവൻ ആശുപത്രിയിലേക്ക് ആക്കുക. മിക്കവാറും നമുക്ക് ഈ മെറ്റേണൽ ഡെത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഫൻ്റ് ഡെത്തിൻ്റെയൊക്കെ ഒരു പ്രധാന റീസണുകളിലൊന്ന് ഈ പ്രസവം വീടുകളിലാക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ RMNCH പ്രോഗ്രാമിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ അവരെ ആദ്യം തന്നെ ഈ ഗർഭിണിയെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ തൂക്കം, അവരുടെ വിളർച്ച സാധ്യത, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടതാണോ, അവർക്ക് വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഗർഭിണിയാകുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ തുടങ്ങിയതൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഈ JSY എന്ന് പറഞ്ഞാൽ ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ലക്ഷ്യമിടുന്നത് ഹോസ്പിറ്റലിലേക്ക് പ്രസവം ആക്കുക, ഹോം ഡെലിവറി കുറയ്ക്കുക, അല്ലെങ്കിൽ വീടുകളിലെ പ്രസവത്തിൻ്റെ സാധ്യത
സാധ്യതകളെ പരമാവധി കുറച്ച് ഹോസ്പിറ്റലുകൾക്ക് ഡെലിവറി ആക്കുകയും ഒപ്പം ആ കൂട്ടത്തിൽ തന്നെ അവർക്കൊരു സാമ്പത്തിക സഹായം കൂടി കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹോസ്പിറ്റൽ, ഇത് വയനാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ JSY പദ്ധതി എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആളുകൾ കുറേ കൂടി അവരെ നമുക്കത് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും ഹോസ്പിറ്റലിലുള്ള ആശുപത്രികളിലെ പ്രസവമാക്കാനും അങ്ങനെ അമ്മയുടെയും കുട്ടിയെയും മരണസാധ്യത കുറയ്ക്കാനും നമുക്ക് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കേൾക്കാം. വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR കൺവർടെക് HWCS SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ. നിർവഹണം ജോസ് കുഴിക്കൊമ്പൽ.